Hello students, welcome back. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റീസൺസ് ഫോർ ഫെയിലിയർ ഓഫ് ബോസ് മോഡൽ വരെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. നമ്മൾ ഡെവലപ്മെൻറ്റ്സ് ലീഡിങ്സ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ പറഞ്ഞു, ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഡിസ്കസ്ഡ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. In the light of both of these concepts, the Bose model become a failure and the concept of fixed orbit become unacceptable. So we need a new model, that is quantum mechanical model of atom. Today we will discuss quantum mechanical model of atom. Okay. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തിനു ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ലോസ് ഓഫ് മോഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. ലോസ് ഓഫ് മോഷൻ നമുക്ക് ആരുടെ ലോസ് ഓഫ് മോഷൻ ഉള്ളത്? ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ ഉണ്ട്. പക്ഷേ വെൻ വി ടേക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഉള്ള മെക്കാനിക്സ് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് വെച്ചാൽ when we use Newton's laws of motion to explain the movement of macroscopic objects, വലിയ ഒബ്ജക്റ്റുകൾ ലൈക്ക് ഫാളിങ് സ്റ്റോൺ, മൂവിങ് വെഹിക്കിൾസ് അല്ലേ, അതേപോലെ റിവോൾവിങ് പ്ലാനറ്റ്സ്, ഇവരെല്ലാം മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സുകളാണ്. അപ്പോൾ ഇവർക്ക് എന്താണുള്ളത്? കൂടുതലായിട്ട് പാർട്ടിക്കിൾ നേച്ചറാണുള്ളത്. പാർട്ടിക്കിൾസ് ആണ്. ആരൊക്കെ? ഒരു സ്റ്റോൺ, ഒരു മൂവിങ് സ്റ്റോൺ, ഫാളിങ് സ്റ്റോൺ, അല്ലെ മൂവിങ് വെഹിക്കിൾ, പ്ലാനറ്റ്സ്, ഇതെല്ലാം മാക്രോ ആണ്. മാക്രോ എന്ന് വെച്ചാൽ വലുതാണ്. ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിനും ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മളുടെ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. സോ ദേ ആർ മൈക്രോസ്കോപ്പിക്. ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനും അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി എന്തുണ്ട്? വേവ് നേച്ചറുണ്ട്. ഓൾറെഡി ഉള്ള ഒരു നേച്ചറുണ്ട്, പാർട്ടിക്കിൾ നേച്ചർ. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചർ ഉള്ള ആളുകൾക്ക് മാത്രമേ ക്ലാസിക്കൽ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഇഗ്നോസ്. നമുക്ക് എന്തായിരുന്നു നമ്മളുടെ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ? ലാംഡ ഇസിക്കൽ ടു h/mv ആണ്. മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന് ഈ മാസ് ഹൈ ആണ്. അപ്പോൾ ഈ മാസ് ഹൈ ആവുന്ന സമയത്ത് ഈ ലാംഡ ചെറുതായിരിക്കും. എന്ന് വെച്ചാൽ വേവ് ക്യാരക്ടർ ഇല്ല. അപ്പം നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ദേ കൺസിഡേർഡ് ഓൺലി ദ പാർട്ടിക്കൽ നേച്ചർ. വേവ് നേച്ചർ ഇല്ലാത്തത് കൊണ്ട് പാർട്ടിക്കൽ നേച്ചർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്, എക്സാമ്പിൾ ഫോർ അസ് ഇറ്റ് ഈസ് ഓൺലി വൺ എക്സാമ്പിൾ, ഇലക്ട്രോൺസ് the wave nature becomes significant. വേവ് നേച്ചർ സിഗ്നിഫിക്കൻ്റ് ആയി, വേവ് നേച്ചർ ഇമ്പോർട്ടൻ്റ് ആയി. പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചർ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മെക്കാനിക്സ് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് രണ്ടും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മെക്കാനിക്സ് വേണം. ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ എന്താണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എടുത്തപ്പം അവിടെ നെഗ്ലക്ട് ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സ് അവിടെ നെഗ്ലക്ട് ചെയ്തത് നെഗ്ലക്ട്സ് വേവ് ക്യാരക്ടർ. കാരണം അവിടെ അത് മതിയായിരുന്നു. നെഗ്ലക്ട്സ് വേവ് നേച്ചർ, വേവ് ക്യാരക്ടർ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. ആ വേവ് ക്യാരക്ടർ നെഗ്ലക്ട് ചെയ്തത് കൊണ്ട് തന്നെ മൈക്രോ പാർട്ടിക്കിൾസിന് നമുക്ക് ഇത് ഫെയിലിയർ ആണ്. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ മൈക്രോ പാർട്ടിക്കിൾസിന്, മൈക്രോ ഒബ്ജക്ട്സിന് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ വേറൊരു കാര്യമുള്ളത്, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് എടുത്താൽ അതിന് എന്തുണ്ട്? ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി. ഓക്കെ. പിന്നെന്താ? ഒരു അൺസർട്ടനിറ്റി ഉണ്ട് അല്ലേ? അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി കൂടി അതായത് നമുക്ക് ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കാര്യത്തിൽ അൺസർട്ടനിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ഓർ വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി. അപ്പോൾ രണ്ടും ഒരുമിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അങ്ങനത്തെ അവസ്ഥയിൽ വി നീഡ് എ ന്യൂ ബ്രാഞ്ച്. ക്ലാസിക്കൽ മെക്കാനിക്സ് പോരാ. ക്ലാസിക്കൽ മെക്കാനിക്സ് മാക്രോ ഒബ്ജക്റ്റുകൾക്ക് പെർഫെക്റ്റ് ആണ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ഓക്കെ. സോ ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് വി നീഡ് എ ന്യൂ മെക്കാനിക്സ്, ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്. ഇറ്റ്സ് എ ബിഗ് ബ്രാഞ്ച് ഇൻ സയൻസ്. ഓക്കെ. കംപ്ലീറ്റ്ലി മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഉള്ളതാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗമേ ഉള്ളൂ നമുക്ക്.
That is called quantum mechanics. So quantum mechanics is the branch of science which deals with the dual character of matter. Okay, അല്ലെങ്കിൽ it is a branch of science that take into account the dual behavior of matter. അതായത് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് ഇൻ ടു അക്കൗണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട്, ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഡ്യുവൽ ക്യാരക്ടർ ഓഫ് മാറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ക്വാണ്ടം മെക്കാനിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് കൺസിഡേഴ്സ് ദ ഡ്യുവൽ ക്യാരക്ടർ ഓഫ് മാറ്റർ. മാറ്ററിന്റെ ഡ്യുവൽ ക്യാരക്ടർ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഓൾസോ ദ സ്റ്റഡി ഓഫ് ശ്രദ്ധിക്കണം കേട്ടോ, സ്റ്റഡി ഓഫ് മൂവ്മെന്റ് ഓഫ് മൈക്രോ ഒബ്ജക്ട്സ്. മൈക്രോ ഒബ്ജക്റ്റുകളുടെ മൂവ്മെന്റിനെ കുറിച്ചുള്ള സ്റ്റഡി കൂടിയാണ് എന്ത്, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്ലാസിക്കൽ മെക്കാനിക്സ് മാക്രോ ഒബ്ജക്ട്സിനാണ്, ദേ കൺസിഡർ ഓൺലി പാർട്ടിക്കൽ നേച്ചർ. ഓക്കെ, പറഞ്ഞത് ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാണ്, കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും നമ്മൾ ഡിഫറൻസ് പറയുകയാണെങ്കിൽ, ക്ലാസിക്കൽ മെക്കാനിക്സ് ഓക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് ഫിസിക്സിൽ. രണ്ടാമത്തത് ക്വാണ്ടം മെക്കാനിക്സ്. രണ്ട് മെക്കാനിക്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സ്. ഫിസിക്സിലുണ്ട് കെമിസ്ട്രിയിലുണ്ട്. മൂവ്മെന്റ് എവിടെ ഉണ്ടോ അവിടെയൊക്കെ. ക്ലാസിക്കൽ മെക്കാനിക്സിനേക്കാളും കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ബിക്കോസ് നമുക്ക് കാണുന്ന ഒന്നുമില്ലല്ലോ, എല്ലാം മൈക്രോ ആണ്, ആറ്റം, മോളിക്യൂൾസ്, ഓക്കെ, എല്ലാം മൈക്രോ ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് കൺസിഡർ ഓൺലി പാർട്ടിക്കൽ നേച്ചർ മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് മാക്രോ ഒബ്ജക്ട്സ്. ദിസ് ഈസ് ഡ്യുവൽ നേച്ചർ, പാർട്ടിക്കൽ നേച്ചർ ആസ് വെൽ ആസ്, അതായത് വേവ് നേച്ചറും കൂടി കൺസിഡർ ചെയ്തു, പാർട്ടിക്കൽ നേച്ചർ ഓൾറെഡി ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് മൈക്രോ ഒബ്ജക്ട്സ്. മൈക്രോ ഒബ്ജക്റ്റുകളുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. Okay, also it deals with the study of motion of microscopic objects that have both observable wave-like and particle-like behavior. Okay, അതായത് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന്റെ മൂവ്മെന്റ് ആണ്, അതിന് എന്തുകൊണ്ട് ഒബ്സർവബിൾ ആയിട്ടുള്ള വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് ബിഹേവിയർ ഉണ്ട് എന്നുള്ളത് കൂടി എന്ത് ചെയ്യണം, നമ്മളവിടെ ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ക്വാണ്ടം മെക്കാനിക്സ് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി, രണ്ട് പേരും ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഒരുമിച്ചല്ല, ഇൻഡിപെൻഡൻ്റ്ലി ബൈ എ സയൻറ്റിസ്റ്റ്. ഹിസ് നെയിം ഈസ് എർവിൻ ഷ്രോഡിഞ്ചർ. ഇത് വായിക്കുക, ഷ്രോഡിഞ്ചർ എന്നാണ്. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, എർവിൻ ഷ്രോഡിഞ്ചർ. രണ്ടാമതൊരാൾ കൂടി ഉണ്ട്, ദാറ്റ് ഈസ് വെർണർ. നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് വെർണർ ഹൈസൻബർഗ്. നിങ്ങൾ പഠിച്ചതാണ് വെർണർ ഹൈസൻബർഗ് ആണ് അൺസർട്ടനിറ്റി കൊണ്ടുവന്നത് തന്നെ. ഓക്കെ, അതായത് മൂവ്മെന്റ് ഓഫ് മൈക്രോ ഒബ്ജക്റ്റുകളിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഡി ബ്രോഗ്ലി കൂടുതൽ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷെ അവരല്ല ക്വാണ്ടം മെക്കാനിക്സ് പ്രപ്പോസ് ചെയ്തത്. ക്വാണ്ടം മെക്കാനിക്സിലേക്കുള്ള ഡെവലപ്മെന്റ്സിലാണ് ആര് ഉള്ളത്, ഡി ബ്രോഗ്ലി ഉള്ളത്. ഇത് ഡെവലപ്മെന്റിലുണ്ട്, ക്വാണ്ടം മെക്കാനിക്സിന്റെ എന്തിലുണ്ട്, ഡെവലപ്മെന്റിലുണ്ട്. അതായത് ക്വാണ്ടം മെക്കാനിക്സിലേക്കുള്ള ഡെവലപ്മെന്റിലുണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തതിലും ആരുണ്ട്, ഹൈസൻബർഗ് ഉണ്ട്. ഓക്കെ, അതിൽ ഇവിടെ ഫണ്ടമെന്റൽ ഇക്വേഷൻ, അതായത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻ തന്നത് എൻട്രൻസിന് നിങ്ങൾ ഓരോ പോയിന്റ്സും എന്ത് ചെയ്യണം, പിന്നെ നോട്ട് ചെയ്ത് പോകണം. ഫണ്ടമെന്റൽ ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തത് ഷ്രോഡിഞ്ചർ ആണ്. നമ്മൾ എർവിൻ ഷ്രോഡിഞ്ചർ, it is proposed by Schrodinger, fundamental equation, and he won Nobel Prize for this equation. Nobel Prize won ചെയ്തിട്ടുണ്ട്. Okay, and that is in 1933. ഇയർ ഒന്നും ചോദിക്കില്ല, 1933ലാണ് ഫണ്ടമെന്റൽ ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തതിന് ഷ്രോഡിഞ്ചറിന് എന്ത് കിട്ടിയത്, നോബൽ പ്രൈസ് വിൻ ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ജസ്റ്റ് a minute.
and he proposed an equation that is equal to, it's a very very complicated equation, and to understand this we need higher mathematics. പക്ഷെ നമുക്കതില്ല മീൻസ് ഇക്വേഷൻ ജസ്റ്റ് ഉണ്ട്, അതിൻ്റെ എക്സ്പാൻഷനോ അതിൻ്റെ സൊല്യൂഷനോ അതിൻ്റെ ബാക്കി അപ്ലിക്കേഷൻസോ ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് വാട്ട് യു മീൻ ബൈ ക്വാണ്ടം മെക്കാനിക്സ്, അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കാൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ യൂസ് എന്താണ്, അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി മാത്രം. അല്ലാണ്ട് ഹയർ ഫിസിക്സിലേക്കോ ഹയർ കെമിസ്ട്രിയിലേക്കോ, ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ കെമിസ്ട്രീനേക്കാളും ഫിസിക്സിനേക്കാളും ഹയർ മാത്തമാറ്റിക്സ് ഉള്ളതാണ്. ഫുള്ള് ഡെറിവേഷൻസ്, ഫുള്ള് ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ ഉള്ള പാർട്ടാണ്. അപ്പോൾ അത് വേണ്ട. ഇത് ഇക്വേഷൻ നിങ്ങൾക്ക് ആദ്യം കണ്ടാൽ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. ദ ഇക്വേഷൻ ഈസ് ഒറ്റ നോട്ടത്തിൽ വെരി സ്മോൾ ആണ്. എച്ച് സൈ it is psi. H psi is equal to E psi. H psi is equal to E psi. Very important equation. ഇതിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. Okay, and this is called Schrödinger wave equation. It is called Schrödinger wave equation. Okay, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനെ വേവ് മെക്കാനിക്സ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ഓൾസോ കോൾഡ് എന്താണ്, വേവ് മെക്കാനിക്സ്. വേവ് മെക്കാനിക്സ് എന്ന് വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. പാർട്ടിക്കിൾ മെക്കാനിക്സ് ആണ് ശരിക്കും എന്ത്, പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ കോൾഡ് വേവ് മെക്കാനിക്സ്. ദിസ് ഈസ് കോൾഡ് Schrödinger wave equation because that is proposed by Schrödinger and it's considered the wave nature. H psi is equal to E psi. ഇതിൽ E അല്ലാത്ത രണ്ടും നിങ്ങൾക്ക് ഒരു പരിചയമില്ല. ദാറ്റ് ഈസ് E is the, അതേ പരിചയമുള്ളത് ഏതാ, E is the energy of electron. Total energy of electron. Okay, just a minute. And this total energy includes kinetic energy of electron. നമ്മൾ ഇലക്ട്രോണിൻ്റെതാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ മറ്റ് സബ് അറ്റോമിക് പാർട്ടികൾക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സോ കൈനറ്റിക് എനർജി ഓഫ്, ഞാൻ അങ്ങനെ തന്നെ എഴുതാം, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. Kinetic energy of subatomic particles. Okay, and അതായത് subatomic particles എന്ന് വെച്ചാൽ എന്താ, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയോൺസ് അല്ലെ. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ആരുടെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആരുടെ എനർജിയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവരുടെ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ അവിടെ എത്താണ് ടോട്ടൽ എനർജി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ടോട്ടൽ എനർജി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ അവിടെ that includes the kinetic energy of subatomic particles, comma, that is also it includes the attractive potential. അവിടെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ, റിപ്പൾസീവ് പൊട്ടൻഷ്യൽ. എന്താ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ? ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും, ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടാവും. ഇതെല്ലാം എന്താണ്, പൊട്ടൻഷ്യൽ ഓൾ ഇൻക്ലൂഡ് ടോട്ടൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഓഫ് ദ സബ് പാർട്ടിക്കിൾ. നമ്മളൊരു സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ, അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന എനർജി. റിപ്പൾസീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കണം, that is between എന്താ, ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. ഓക്കെ, റിപ്പൾസീവ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ റിപ്പൽഷൻ ആൻഡ് പ്രോട്ടോൺ റിപ്പൽഷൻ. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള എനർജിയാണ് E എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷനിൽ ഏറ്റവും പരിചയമുള്ള E വരെ എന്താണ്, അത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? H psi is equal to E psi ആണ്. H psi is equal to E psi. അപ്പോൾ E ഞാൻ അവിടെ ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഈസ് ദ ടോട്ടൽ, ഞാനിവിടെ ഇലക്ട്രോൺ മാത്രം എടുക്കുകയാണ് കേട്ടോ. ടോട്ടൽ എനർജി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. ടോട്ടൽ എനർജി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, വേർ എച്ചിന്റെ മേലെ ഒരു ക്യാപ്പ് ഉണ്ട്, എച്ച് ക്യാപ്പ് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഹാമിൽട്ടോണിയൻ എന്ന് മാത്രം പറയും. ഇറ്റ് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഓക്കെ, it's a mathematical operator. It is a mathematical operator. It is a mathematical operator to solve Schrödinger wave equation. Schrödinger wave equation സോൾവ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്
എച്ച് എന്ന് പറയുന്നത്. എന്താ ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ? റൂട്ട് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ്. ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററിനകത്ത് 4 ഇട്ട് കഴിഞ്ഞാൽ അത് 2 ആവും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ്, ഡിവിഷൻ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ്, പ്ലസ് മൈനസ് ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ്. അങ്ങനെയുള്ള ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഓപ്പറേറ്റ്സ് ഓൺ സൈൻ. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് ഇവിടെ NCERT-ൽ ഇത്രയും മനസ്സിലാക്കുള്ളൂ. ദിസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഓക്കെ, ഇനി അവിടെ നമുക്ക് സൈ എന്ന് പറയുന്നത് എന്താ നോക്കണം. വേർ സൈ ഈസ് കോൾഡ് വേവ് ഫംഗ്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റി. Psi is called wave function. It is the very important amplitude. It is the amplitude of electron wave. ഒരു ഇലക്ട്രോൺ വേവ് ആണെങ്കിൽ ആ ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് സൈ. എങ്ങനെ? ആ ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ എടുക്കുന്നു. ഓക്കെ, ആൻഡ് ഹിയർ ഇതൊരു ഇലക്ട്രോണിൻ്റെ വേവ് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ദിസ് ഈസ് ദ ഇലക്ട്രോൺ വേവ് നേച്ചർ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോവല്ലോ. ദിസ് ദ ഇലക്ട്രോൺ വേവ്. ആ ഇലക്ട്രോൺ വേവിൽ ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് എ ക്രസ്റ്റ് ഓർ ഡെപ്ത് ഓഫ് എ ട്രഫ് ആണ്. ആ ആംപ്ലിറ്റ്യൂഡിനെയാണ് സൈ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഓക്കെ, ഇതെന്താ? മൈനസ് സൈ. ഓക്കെ, ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ആണ്, അത് ഡെപ്ത് ആണ്. ആ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സൈ എന്ന് എടുക്കും, ഇതിനെ മൈനസ് സൈ എന്ന് എടുക്കും. അപ്പോൾ ഇതെന്താ? ദിസ് ഷുഡ് ബി സൈ. അപ്പോൾ ഇതെന്താ? ദാറ്റ് ഷുഡ് ബി മൈനസ് സൈ. മനസ്സിലായില്ലേ? സോ വേവ് ഫംഗ്ഷൻ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, വേവ് ഫംഗ്ഷനെ പറ്റി നമുക്ക് ഇനിയും കൂടുതൽ സംസാരിക്കാനുണ്ട്. ഇറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഓക്കെ, പിന്നെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ പഠിച്ച എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്തു? എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടു, ഒന്ന് റഫായിട്ട് പരിചയപ്പെട്ടു. എച്ച് എന്താന്ന് പറഞ്ഞു? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഇ എന്താന്ന് പറഞ്ഞു? ദാറ്റ് ഈസ് എനർജി, ദാറ്റ് ഇൻക്ലൂഡ്സ് ദ കൈനറ്റിക് എനർജി ഓഫ് സബ് പാർട്ടിക്കിൾസ്, ഓൾസോ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ ആൻഡ് അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ടോട്ടൽ എനർജിയാണത്. ഓക്കെ, ആൻഡ് സൈ ഇസ് വേവ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഇലക്ട്രോൺ വേവിന്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്താണ് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ, ഇതിപ്പോൾ മാത്തമെറ്റിക്കലായിട്ടാണ് പറഞ്ഞത്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഫിസിക്കലായിട്ട് ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങളുടെ ഈ പോർഷൻ തുടക്കത്തിൽ ഒന്നും മനസ്സിലാവില്ല, ഇത് കഴിയുമ്പോഴേ, അതായത് ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് വരണം. ഓക്കെ, എച്ച് സൈ ഇസ് ഈക്വൽ ടു ഈ സൈ ഡിഫൈൻ ചെയ്തു. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് പഠിക്കാനില്ല. ഇത് ശരിക്കും എച്ച് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ളൊരു സംഭവമല്ല. ആക്ച്വലി ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ ഷോർട്ടായിട്ടുള്ള ഫോമാണ് അവിടെ കൊടുത്തത്. അതേ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ കാണിച്ചു തരാം. ദാറ്റ് മീൻസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ ഡബിൾ ഡിഫറൻഷിയേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എ കോർഡിനേറ്റ് ആണ്. കോർഡിനേറ്റ് ഏത് കോർഡിനേറ്റ്? നമുക്ക് 3 കോർഡിനേറ്റുകളുണ്ട്. ഏതൊക്കെയാ? നമുക്ക് 3 കോർഡിനേറ്റുകളുണ്ട്. ദാറ്റ് ഈസ് സപ്പോസ് ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് സെഡ് ആൻഡ് ദിസ് ഈസ് വൈ. ഓക്കെ, 3 കോർഡിനേറ്റ്. അപ്പോൾ എക്സ് കോർഡിനേറ്റിലേക്ക് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ is equal to 0 into e minus v into psi is equal to 0. Okay, this is Schrodinger wave equation. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി is equal to psi. ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ
plus dou square psi divided by dou y square plus dou square psi divided by dou z square is equal to ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ minus 8 pi square m divided by h square into e minus v into psi. അല്ലേ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. And this is equation number 1. This equation number 1 into minus h square divided by 8 pi square m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഗീവ്സ് ഈ വാല്യൂവിന് റെസിപ്രോക്കൽ, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 pi square m into dou square psi divided by dou x square plus dou square psi divided by dou y square plus dou square psi divided by dou z square. Dou എന്ന് പറയാം, dou, that is partial differentiation. അതിലും double differentiation, that is differentiating 2 times double differentiation of psi on x coordinate, on y coordinate, on z coordinate. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു ദിസ് ഇസ് ഹയർ മാത്തമാറ്റിക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മറ്റേ സൈഡിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആയി, എച്ച് സ്ക്വയർ ബൈ പൈ സ്ക്വയർ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്താവും? ഇതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് വിൽ യു ഗെറ്റ് എന്താണ്? ഇ മൈനസ് വി ഇൻറ്റു സൈ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇ സൈ പ്ലസ് മൈനസ് വി സൈ എന്ന് എഴുതി കൂടെ. ഇ സൈ മൈനസ് വി സൈ എന്ന് എഴുതാം. ഓക്കെ, ആ വി സൈനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 pi square m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡോ സെഡ് സ്ക്വയർ. അവിടെ കഴിഞ്ഞു. ഇ സൈ മൈനസ് വി സൈ ഇങ്ങനെ വരും. ഇ സൈ മൈനസ് വി സൈ, അതിൽ മൈനസ് വി സൈ കൂടെ കൊണ്ടുവന്നാൽ പ്ലസ് വി സൈ ഈസ് ഈക്വൽ ടു ഇ സൈ. നമ്മൾ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ ആണ്. ഇതായിരുന്നു ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അതിൽ ഇ സൈ ഇപ്പം നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, ബാക്കിയുള്ളത് എന്ത് നോക്കാം. ബാക്കിയുള്ളത് ദാറ്റ് ഈസ് ഇവിടെ ഞാനിതിനെ ഒന്നുകൂടി മാറ്റിയതാണ്. മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 pi square m ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ plus dou square by dou z square plus v into psi is equal to e psi. സൈനെ പുറത്തെടുത്തു. അപ്പോൾ അതോടുകൂടി എന്തായി? ദിസ് ബിക്കം, ഇതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ. നിങ്ങൾ നോക്ക്, എച്ച് സ്ക്വയർ ബൈ 8 pi square m ഇൻറ്റു എന്താവുന്നത്? ഡബിൾ ഡിഫറൻഷിയേഷൻ ഓൺ ഈച്ച് കോർഡിനേറ്റ്, ഓരോ കോർഡിനേറ്റിലുള്ള ഡബിൾ ഡിഫറൻഷിയേഷൻ. And this all together except psi is the symbol h cap. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എച്ച് എന്ന് എഴുതിയിട്ട് സൈ ഇവിടുണ്ട് ഇ സൈ, എച്ച് സൈ ഇസിക്കൽ ടു ഇ സൈ എന്ന് എഴുതിയത്. സോ ഹൗ മച്ച് കോംപ്ലിക്കേറ്റഡ് ദ ഇക്വേഷൻ. ഓക്കെ, എത്രത്തോളം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ മൈനസ് എച്ച് സ്ക്വയർ ബൈ 8 pi square m ഇൻറ്റു minus h square by 8 pi square m into dou square psi by dou x square plus dou square psi by dou y square plus dou square by dou z square plus v into psi is equal to e psi ആണ്. h psi is equal to e psi എന്നുള്ള സിമ്പിൾ ഫോമിൽ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആയിട്ട് തന്നത്. ആൻഡ് ഹി വോൺ ദ നോബൽ പ്രൈസ് ഫോർ ദിസ്. ഓക്കെ, ദ വാല്യൂ ഓഫ്, ഇവിടെ നമുക്ക് കിട്ടേണ്ട രണ്ടാളുകളുടെ വാല്യൂ ആണ്. ദ വാല്യൂ ഓഫ് ഇ ആൻഡ് സൈ, എച്ച് അത് സോൾവ് ചെയ്യാവുന്നതാണ്. can be obtained by solving Schrodinger wave equation. സോൾവ് ചെയ്യാനൊന്നും നമുക്കില്ല കേട്ടോ, നമുക്ക് ഇവിടെ പറ്റുന്ന കാര്യമില്ല. ഇറ്റ്സ് എക്സ്ട്രീംലി ഔട്ട് ഓഫ് അവർ സിലബസ്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേഷൻ കെമിസ്ട്രിയിലും ഫിസിക്സിലും ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സോൾവിങ് Schrodinger wave equation. സോ നമുക്ക് ഇത്രയേ ഉള്ളൂ. what do you mean by quantum mechanics? ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മറൈസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ മൂവ്മെന്റ് ഓഫ് മൈക്രോ ഒബ്ജക്ട്സ് ബൈ കൺസിഡറിങ് ദെയർ ഡ്യുവൽ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ ഡ്യുവൽ ബിഹേവിയറും അൺസർട്ടനിറ്റിയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള മെക്കാനിക്സ് ആണ്. ആൻഡ് ഇറ്റ്സ് ഓൺലി ഫോർ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്. ഓക്കെ, നിങ്ങളൊരു മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് എടുത്തിട്ട്
ഒരു മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് എടുത്തിട്ട് അവിടെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് ഫിസിക്കൽ ടു ക്ലാസിക്കൽ മെക്കാനിക്സ്. കാരണം എന്താ, ക്വാണ്ടം മെക്കാനിക്സിൽ ഉള്ള നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള വേവ് നേച്ചർ അവിടെ നെഗ്ലിജിബിൾ ആവും, അത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആവും. ഇനി ക്ലാസിക്കൽ മെക്കാനിക്സ് എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ വേവ് നേച്ചർ ഇൻഡ്യൂസ് ചെയ്താൽ അത് ക്വാണ്ടം മെക്കാനിക്സ് ആയി, അത്രേ ഉള്ളൂ. Okay, and Schrodinger wave. Schrodinger and Erwin Schrodinger and Werner Heisenberg proposed independently the quantum mechanics, the branch quantum mechanics. Okay, and Schrodinger is known as the father of quantum mechanics. Okay, അവിടെ Schrodinger put forward fundamental equation എന്നത് Schrodinger ആണ്. He won Nobel Prize for this, and the equation is H psi is equal to E psi, and this is the expansion of equation. And by solving Schrodinger wave equation, we will get the value of E. E is the total energy that includes the kinetic energy of the subatomic particle and the repulsive potential. Repulsive potential. Which offers repulsion? The nucleons. That means proton and proton. അതേപോലെ the repulsive potential between electron and electron, and also the attractive potential. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഒറ്റ ഒരു സംഗതി കൂടി ഞാൻ അവിടെ ആഡ് ചെയ്യാണ്. ദിസ് ഈസ് ഓൺലി ഫോർ എൻട്രൻസ്, അതായത് ജെയ്ക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ കിട്ടിയത് എന്താ, -h² ഡിവൈഡഡ് ബൈ 8π² m ഇൻറ്റു δ² ബൈ δx² പ്ലസ് δ² ബൈ δy² പ്ലസ് δ² ബൈ δz² അല്ലേ, പ്ലസ് വി ഇൻറ്റു സൈ. അല്ലെങ്കിൽ നമുക്കിവിടെ ഞാനതിനെ രണ്ട് പോർഷനായിട്ട് ഇതാണ്. ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു ഇൻറ്റു സൈ പ്ലസ് വി സൈ ഈസ് ഈക്വൽ ടു ഇ സൈ. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ പാർട്ട് ഉണ്ട്, അത് മാത്രം ഇതിനെ ഹോൾ ടുഗദർ ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, പിന്നെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എങ്ങനെ, -h² ബൈ 8π² m ഇൻറ്റു δ² ബൈ δx² പ്ലസ് δ² ബൈ δy² പ്ലസ് δ² ബൈ δz² പ്ലസ് വി ഇൻറ്റു പ്ലസ് വി. ഈ ഒരു പാർട്ടിന്റെ മൊത്തമാണ് ദാറ്റ് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ദാറ്റ് ഹാസ് അതർ നെയിം, ദാറ്റ് മീൻസ് ഈ ഡിഫറൻഷ്യൽ ഭാഗം ഉണ്ടല്ലോ, ഈ സൈ ഉൾപ്പെടാതെ ഉള്ള ഈ ഡിഫറൻഷ്യൽ പോർഷൻ എന്ന് വെച്ചാൽ ഈ പോർഷൻ δ² ബൈ δx², δ² ബൈ δy², δ² ബൈ δz². ഇറ്റ് ഈസ് ഫോർ സിംപ്ലിസിറ്റി ഒരു ഡെൽറ്റ സാധാരണ എങ്ങനെ എഴുതുക, ഇത് തിരിഞ്ഞ് ഇൻവേർട്ടർ ആണ്, ഇതിനെ del² എന്ന് പറയും, del². ഓക്കെ, അപ്പോൾ ഇതിനെ എഴുതും -h² ഡിവൈഡഡ് ബൈ 8π² m ഇൻറ്റു del² സെലക്ട് ചെയ്തത് del² എന്താ, ഇതാണ് del² സൈ പ്ലസ് വി സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്ന് എഴുതാറുണ്ട്. ഓക്കെ, മൈനസ് ഈ ക്വസ്റ്റൻ എങ്ങനെ എഴുതാം, -h² ബൈ 8π² m ഇൻറ്റു del² സൈ ഈസ് ഈക്വൽ ടു വി സൈ. ഇവിടെ del² എന്താ, del² is equal to δ² by δx² plus δ² by δy² plus δ² by δz². That is del². Okay, and this one that അത് നിങ്ങൾ NCERT ൽ പറയാത്തതാണ്, this del² is called del² എന്ന് പറയും, that is called Laplacian operator. Laplacian operator. Okay, so മറ്റത് എന്താണ്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, ദിസ് ഇസ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. ഓക്കെ, ദാറ്റ് ഇസ് del². സിംപ്ലി അത് തന്നെയാണ്. അപ്പോൾ ഇത് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ സൈൻ്റെ മേലെ ആക്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഇസ് എവറിത്തിങ് അബൌട്ട് Schrodinger wave equation. Hope it is making sense. Okay, little bit complicated mathematics, complicated chemistry, complicated physics, എല്ലാം കൂടെ ഉള്ളതാണ്. ഓക്കെ, ഫിസിക്സിൽ നിങ്ങൾക്കിത് പിന്നെ ഫിസിക്സിൻ്റെയും കൂടി ഒരു ബ്രാഞ്ച് തന്നെയാണത്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി മാത്തമെറ്റിക്സുമാണ്, അപ്ലൈഡ് മാത്തമെറ്റിക്സ് ആണ്. ക്ലിയർ ആണല്ലോ. നമുക്കിപ്പോൾ ഇവിടെ ഈ സൈ കൊണ്ടുള്ള ഗുണം എന്താണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സൈ, അതിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഈ ഇക്വേഷന് പിന്നാലെ തന്നെയാണ്. ദാറ്റ് ഈസ് എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. സൈ ഈസ് എന്താ പറഞ്ഞത്, ഞാൻ വീണ്ടും അതിലേക്ക് തിരിച്ചു പോവാണ്. ഈ നമ്മൾ ഡിഫൈൻ ചെയ്തു. സൈ ഈസ് ദ വേവ് ഫങ്ഷൻ. It is the wave function. Also it is the amplitude of
ഇറ്റ് ഈസ് ദ, നമ്മളിത് കറക്റ്റ് മനസ്സിലായി പോകണം, അതിന് വേണ്ടിയിട്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, വേറൊരു പോയിന്റ്, ഇറ്റ് ഈസ് ദ വേവ് ഫങ്ഷൻ, it depends on the coordinates of the electron. It depends on the coordinates of the electron in the atom and does not carry any physical meaning. വേറെ മീനിങ് ഒന്നുമില്ല. ഇതെന്താണ്? ഇലക്ട്രോൺ എവിടെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇലക്ട്രോണിന് ഫിക്സ്ഡ് പാത്ത് ഉണ്ട് എന്ന് ബോർ പറഞ്ഞായിരുന്നു, അതില്ല എന്ന് ഹൈസൻബർഗ് പറഞ്ഞു. കാരണം ദർ ഈസ് ഓൺലി പ്രോബബിലിറ്റി. ആ പ്രോബബിലിറ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള സൈ എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോണിനെ കാണപ്പെടാനുള്ള പ്രോബബിലിറ്റീനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഇലക്ട്രോണിന്റെ വേവ് പോകുന്ന ഇലക്ട്രോണിന്റെ വേവിന്റെ ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. പിന്നെ അവിടെ പറയാണ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോർഡിനേറ്റ്സ്. എന്താ ഈ കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് എക്സ് വൈ സെഡ് കോർഡിനേറ്റ് ഉണ്ട്. ഈ 3 കോർഡിനേറ്റിലും ഇലക്ട്രോണിന്റെ പ്രോബബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുകയാണ്. നമ്മൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ, അങ്ങനെ എടുത്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മളത് സോൾവ് ചെയ്യുന്നത്. സോ ദ വേവ് ഫംഗ്ഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. The wave function psi is a mathematical function whose value depends on the coordinates of the electron and does not carry any physical meaning. Okay, that means ഇത്ര മനസ്സിലാക്കിയാൽ ഇത് കോർഡിനേറ്റുകൾ, ഇവർ ഇലക്ട്രോൺ കാണുന്ന XYZ കോർഡിനേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വേവ് ഫംഗ്ഷൻ ഈസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് പറയുന്നത്, അല്ലാണ്ട് നമുക്കിത് അപ്ലൈ ചെയ്തുകൊണ്ട് കൂടുതൽ ഹയർ കെമിസ്ട്രിയിൽ നിന്നും ഒന്നും ഡിറൈവ് ചെയ്തെടുക്കാനൊന്നുമില്ല. ഓക്കെ, സോ ഐ ഡിഫൈൻഡ് സൈ അഗെയിൻ. സൈ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ആൻഡ് ലെറ്റ് മീ ടേക്ക് എ ഫിഗർ. ഓക്കെ, and here is some features of quantum mechanical model. Let us explain one by one. ഇത് നിങ്ങളുടെ NCERT ഒരു ഗ്രീൻ കോളത്തിലാണ് കൊടുത്തത്. അതിനർത്ഥം നിങ്ങൾക്ക് എന്തിനു വേണ്ട, ബോർഡ് എക്സാമിന് വേണ്ട, എന്തിനു വേണം, എൻട്രൻസിന് വേണം. ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓരോന്ന് എന്താ നോക്കാം, കാരണം അവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. അത് ബോർ മോഡൽ ക്വാണ്ടൈസ്ഡ് ആണ്, E is equal to h nu. പക്ഷേ ഇവിടെ എന്താണ്, നമുക്ക് നമ്മളിവിടെ ഒരു Hψ is equal to Eψ ഇവിടെ വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് എടുത്തത്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലും എനർജി ഓരോ സ്മോൾ പാക്കറ്റ്സ് ആയിട്ടാണ്. ഇക്വേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്, ദാറ്റ് ഈസ് എൻ ഇലക്ട്രോൺ ക്യാൻ ഹാവ് ഓൺലി സ്പെസിഫിക് വാല്യൂസ് ഓഫ് എനർജി. ചില സ്പെസിഫിക് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. h nu, 1 h nu, 2 h nu, 3 h nu, അങ്ങനെ സ്പെസിഫിക് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അതും ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. The quantized energy of an electron is the allowed solution of Schrödinger wave equation. The quantized energy of an electron is the allowed solution of Schrödinger and it is the result of wave-like properties of electron. ഓരോ ഇലക്ട്രോണും മൂവ് ചെയ്യുന്നത് വേവുകൾ പോലെയാണ്. അപ്പോൾ അവിടെ ആ വേവുകൾ, ഇലക്ട്രോൺ വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഇലക്ട്രോൺ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്പൽഷനോ, ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും വേവുകൾ തമ്മിലുള്ള അട്രാക്ഷനോ, പ്രോട്ടോണുകൾ തമ്മിലുള്ള റിപ്പൽഷനോ കൊണ്ട് എന്തുണ്ടാവാം, ക്വാണ്ടൈസ്ഡ് എനർജി ഉണ്ടാവാം. സോ ദ ക്വാണ്ടൈസ്ഡ് എനർജി ഓഫ് ദ ഇലക്ട്രോൺ that is calculated from the solution of Schrödinger wave equation. വേർഡ്സ് കൺഫ്യൂസ് ചെയ്യേണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. Quantized energy of electron is calculated from the Schrödinger wave equation and this energy is due to the wave-like properties of electron. എനർജി കിട്ടുന്നത് wave-like properties കൊണ്ടാണ്. And third one, as per Heisenberg's uncertainty principle, the exact position, അറിയാലോ എക്സാക്ട്, ഇതെല്ലാം ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കോൺസെപ്റ്റുകളെല്ലാം ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തു. ആസ് പെർ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ cannot be determined. So there is only, this is very important point. ഇതൊക്കെ എന്താണ്, വേവ് മെക്കാനിക്കൽ മോഡൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി
എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഈ ക്വാണ്ടൈസ്ഡ് എനർജി എന്ന് പറയുന്നത് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവിടുന്ന ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആണ്. ഈ എനർജി എന്തിന്റെ റിസൾട്ടാണ്? അതിന്റെ വേവ് നേച്ചറിന്റെ റിസൾട്ടാണ്. ആൻഡ് ആസ് പെർ ഐസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് an electron cannot be determined, so the only probability of finding an electron at a position can be determined. ഒരു പൊസിഷനിലുള്ള എന്ത് മാത്രമേ ഉള്ളൂ, ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്ത് മാത്രമേ ഉള്ളൂ, ഒരു പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ബാക്കി ഞാൻ പറഞ്ഞിട്ടില്ലേ, പ്രോബബിലിറ്റിനെ പറ്റി പറഞ്ഞു. സൈ എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷനാണ്. നന്നായി ശ്രദ്ധിക്കട്ടോ, ഇനിയാണ് പോയിന്റ് വരുന്നത്. മറ്റതെല്ലാം ക്വാണ്ടം മെക്കാനിക്സ് പരിചയപ്പെടുത്തിയതാണ്. വേവ് ഫംഗ്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, intensity of a light is directly proportional to amplitude square. ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്, അതിൻ്റെ മോഡുലസ് കൊടുക്കുന്നു. കാരണം ആംപ്ലിറ്റ്യൂഡ് 2 ടൈപ്പ് ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ നമ്മൾ ഒരു വേവ് എടുത്താൽ ആ വേവിൻ്റെ ഇതൊരു ആംപ്ലിറ്റ്യൂഡാണ് എ, ഇതൊരു വേറൊരു ആംപ്ലിറ്റ്യൂഡാണ്. വട്ട് ഈസ് ദാറ്റ്? മൈനസ് എ. ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രോൺ വേവിനെ പറ്റിയൊന്നുമല്ല പറയുന്നത്. സാധാരണ ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് പ്രൊപ്പോർഷനാണ് ഇൻറ്റൻസിറ്റി. അതേപോലെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിച്ചതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻകമിങ് ഫോട്ടോൺ കൂടുമ്പോൾ, ശ്രദ്ധിക്കാം, ഇൻറ്റൻസിറ്റി ഓഫ് ഇൻകമിങ് ഫോട്ടോൺ കൂടുന്ന സമയത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൂടിയിട്ടുണ്ടായിരുന്നു. ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ കൂടിയപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഔട്ട് ഗോയിങ് ഇലക്ട്രോൺ ആണ് കൂടിയത്. ഇൻറ്റൻസിറ്റി കൂടുമ്പം പിന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടാനുള്ള കാരണം എന്താ? ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ, ശ്രദ്ധിക്കുക, intensity or brightness is a measure of number of particles. Number of particles ന്റെ ഒരു മെഷർ ആണ്. ഓക്കെ, ഇന്റൻസിറ്റി ഈസ് എ മെഷർ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ. ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് ഈസ് അനദർ ഇക്വേഷൻ. ഇന്റൻസിറ്റി നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനും പ്രൊപ്പോർഷണൽ ആണ്. ഇന്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിനും പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? therefore നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ല, നമ്മൾ ഇന്റൻസിറ്റി കൂടിയ ലൈറ്റ് കണ്ണിലേക്ക് വരുമ്പോൾ വേദന കൂടുന്നൊക്കെ പറയില്ല. കാരണം എന്താ? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുതലാണ്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. 2 ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്തു. സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഈ ഇക്വേഷനും കമ്പയർ ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ ഫോർ ഇലക്ട്രോൺസിനകത്ത് എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഏതാ നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ്? സൈ സ്ക്വയർ. ഇതൊരു ഇലക്ട്രോൺ വേവ് ആണെങ്കിൽ ഇത് സൈ ആണ്. ഇതൊരു ഇലക്ട്രോൺ വേവ് ആണെങ്കിൽ ഇത് മൈനസ് സൈ ആണ്, അതിൻ്റെ സ്ക്വയർ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ഈച്ച് സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ഈസ് സൈ സ്ക്വയർ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ സൈ കിട്ടും. ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കുറുക്കി എടുക്കണം. ഇതിൻ്റെ ഒരു പിന്നെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു കോൺസെപ്റ്റിൻ്റെ ചെറിയൊരു ഭാഗമാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ആറ്റിക്കുറുക്കി എടുക്കണം. ഇതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് എടുക്കണം. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. അപ്പോൾ ബൈ സോൾവിങ് ഷ്രോഡിഞ്ചർ Okay, better. By solving Schrodinger wave equation, we will get the value of E and psi. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? psi കിട്ടി. ആ psiന്റെ സ്ക്വയർ എടുക്കാം. That square will be proportional to number of electron. അപ്പോൾ psi സ്ക്വയറിന്റെ വാല്യൂ എവിടെയാണോ കൂടുതൽ, നിങ്ങൾ നോട്ട് ചെയ്യണേ. ഇന്റൻസിറ്റി വെച്ചിട്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. That explanation is not given in your textbook. This is to make logic. എന്ന് വെച്ചാൽ number of electrons, okay, number of electrons around the nucleus
is directly proportional to psi square. Square of wave function, square of amplitude of electron wave. ഒരു ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. വാട്ട് വാസ് ദ ആംപ്ലിറ്റ്യൂഡ്? ഇതായിരുന്നു സൈ. ഇതാണ് എന്ത്? മൈനസ് സൈ. അപ്പോൾ ഇലക്ട്രോൺ ഉള്ളിടത്ത് ഇലക്ട്രോൺ വേവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആണ് ബൈ തിയറട്ടിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റുക? നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ പറ്റി പറയാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയസ് എടുക്കുന്നു. സപ്പോസ് ദിസ് എ ന്യൂക്ലിയസ്. ഓക്കെ. ആൻഡ് ഇലക്ട്രോൺ നമുക്കിങ്ങനെ ഫിക്സ്ഡ് പാത്തൊന്നുമില്ല. ഇലക്ട്രോൺ ഈ ഒരു ഏരിയ, ഓക്കെ, നമുക്ക് നേരത്തെ അത് ഓർബിറ്റ് എന്നൊക്കെ വിളിച്ചിരുന്നത്, ആ ഒരു ഏരിയയിൽ ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ എക്സ് ആക്സിലും വൈ ആക്സിലും സെഡ് ആക്സിലും, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, സൈ ഈസ് എ ഫങ്ഷൻ ഓഫ് കോർഡിനേറ്റ്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് കോർഡിനേറ്റ്സ് ഓഫ് ഇലക്ട്രോൺ and no other physical meaning. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സിലും വൈയിലും സെഡിലുമുള്ള എന്ത് ചെയ്യും? സൈൻ്റെ വാല്യൂസ് നോക്കും. അവിടെ നിന്ന് നിങ്ങൾക്കൊരു സൈൻ്റെ, അതായത് അവിടെ എക്സും വൈ സെറ്റും ആണ്. അപ്പോൾ ഇവിടെ ഒരു സൈൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ? ബൈ സോൾവിങ് ശ്രോഡിംഗർ ഇക്വേഷൻ. വേറൊരു ഏരിയയിൽ സൈൻ്റെ വാല്യൂ നോക്കും, ഈ ഏരിയയിൽ സൈൻ്റെ വാല്യൂ നോക്കും, ഈ ഏരിയയിൽ സൈൻ്റെ വാല്യൂ നോക്കും, ഈ ഏരിയയിൽ സൈൻ്റെ വാല്യൂ നോക്കും. ഓരോ കോർഡിനേറ്റിനും സൈൻ്റെ വാല്യൂ. ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഇത് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റ്. ഓക്കെ. സോ സൈൻ്റെ വാല്യൂസ് മെഷർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ സ്ക്വയർ എടുക്കും. ആ സ്ക്വയർ എടുത്താൽ ആ സൈ സ്ക്വയർ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ ഇലക്ട്രോൺസ് കൂടുതലുണ്ടാവും. ആ സൈ സ്ക്വയറിൻ്റെ വാല്യൂ എവിടെയാണോ മാക്സിമം അവിടെയാണ് ഇലക്ട്രോൺ കൂടുതലുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എൻ ഓർബിറ്റൽ. ഈ സൈ സ്ക്വയറിന് ഒരു പേരുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. Psi square is called probability density. Psi square is probability density. This is probability density. It is the probability of an electron. It is the three-dimension. ഇങ്ങനെ പറയാതിന്. Okay. Probability density. Psi square. എന്താ പറയുന്നത്? Probability density. Okay. It is the three-dimensional space. It is a three-dimensional space around the nucleus. ഇത് സൈ സ്ക്വയറിനെ പറ്റിയല്ല പറയുന്നത്, ഓർബിറ്റലിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ത്രീ-ഡയമെൻഷണൽ സ്പേസ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ അതിൽ സൈ സ്ക്വയർ വരും. വേർ ദ probability of finding an electron is maximum. In the definition, it is a three-dimensional space around the nucleus where the probability of finding an electron is maximum. ഒരു ഇലക്ട്രോണെ കാണാൻ പ്രോബിലിറ്റി കൂടിയ ഏരിയ, ത്രീ-ഡയമെൻഷണൽ സ്പേസ്, ത്രീ-ഡയമെൻഷണൽ എക്സിലും വൈയിലും സെഡിലും. ഓക്കെ. ത്രീ-ഡയമെൻഷണൽ സ്പേസ് ആണ് ഓർബിറ്റൽ, നോട്ട് ഓർബിറ്റ്, ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ, ഇവിടെ എന്താ പറഞ്ഞത്? പ്രോബബിലിറ്റി കൂടിയാണ്. പ്രോബബിലിറ്റി കൂടിയെന്ന് വെച്ചാൽ എന്താ? മാക്സിമം സൈ സ്ക്വയർ വാല്യൂ ഉള്ള ഏരിയ ആണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓർബിറ്റൽ. Okay. So an orbital is a three-dimensional space around the nucleus where the probability of finding an electron is maximum. ഈ സൈ സ്ക്വയർ എവിടെ നിന്നാണ് കിട്ടുക? സൈന്ന് കിട്ടും. സൈ സ്ക്വയർ ചെയ്താൽ മതി. ഈ സൈ എവിടെ നിന്നാണ് കിട്ടുക? ബൈ സോൾവിങ് ശ്രോഡിംഗർ വേവ് ഇക്വേഷൻ. എന്താ ശ്രോഡിംഗർ വേവ് ഇക്വേഷൻ? എച്ച് സൈ ഇക്വൽ ടു ഇ സൈ. ഈ എച്ച് സൈയിൽ എച്ച് എന്താണ്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ആ എച്ച് എന്താണ്? നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സൈ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് വേവ് ഫംഗ്ഷൻ. വാട്ട് ഈസ് വേവ് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. എന്താ മറ്റു പ്രോപ്പർട്ടീസ്? ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ കോർഡിനേറ്റ്സ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഡസ് നോട്ട് ക്യാരി എനി അതർ ഫിസിക്കൽ മീനിങ്. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് വാട്ട് ഈസ് സൈ സ്ക്വയർ? സൈ സ്ക്വയർ ഈസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി. It gives the maximum probability of electron around the nucleus. Where the value of psi square is maximum, that area is called psi square. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് കിട്ടിയത്? ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്? സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡിൻ്റെ പ്രൊപ്പോർഷണൽ ആണ്. നമ്മുടെ കാര്യത്തിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആരാ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആരാ? സൈ ആണ്. അപ്പോൾ സൈ സ്ക്വയർ ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സൈ സ്ക്വയർ. അപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നിടത്താണ് സൈ സ്ക്വയറിന്റെ മാക്സിമം വാല്യൂ ഉണ്ടാവുക. ആ മാക്സിമം വാല്യൂ ഉള്ള ഏരിയന് നമുക്കൊരു പേരുണ്ട്. ദാറ്റ് ഈസ് an orbital. Hope you got the point.
ഇപ്പം പോയിന്റ് കുറച്ച് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സൈനെ പറ്റിയും സൈ സ്ക്വയറിനെ പറ്റിയും പറഞ്ഞു. നമുക്കിവിടെ രണ്ട് സംഗതികളുണ്ട്, സൈ ആൻഡ് സൈ സ്ക്വയർ. സൈ ആൻഡ് സൈ സ്ക്വയർ നിങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യാത്തൊരു സംഗതിയാണ്, ദേ ആർ കോൾഡ് ഈഗൻ വാല്യൂസ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്ന ഒരു വാല്യൂസ് ഈഗൻ വാല്യൂസ് എന്ന് പറയും. ഈഗൻ വാല്യൂസ് ഇത് നിങ്ങളുടെ NCERT യൂസ് ചെയ്തിട്ടില്ല, സൈ ആൻഡ് സൈ സ്ക്വയർ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സൈ ആൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സൈ സ്ക്വയർ? സിഗ്നിഫിക്കൻസ്, ഇത് ബോർഡ് എക്സാമിന് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സൈ? സിഗ്നിഫിക്കൻസ് എന്നാൽ അതിൻ്റെ ഓരോ പ്രത്യേകതകൾ പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ദ വേവ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ദ വേവ് ഫംഗ്ഷൻ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പറയാണ്. എന്താ? ഇറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഇറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഓക്കെ, സൈ സ്ക്വയറിനെ എനിക്ക് കുറച്ച് താഴേക്ക് കൊണ്ടുപോകണം, അതുകൊണ്ട് ഞാനത് കഴിഞ്ഞിട്ട് എഴുതാം. ഇറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഓക്കെ, it depends on the coordinates. നേരത്തെ ഇത് തന്നെയാണ്, coordinates of electron and does not carry any physical meaning. അപ്പോൾ നിങ്ങൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ it is obtained by solving Schrodinger wave equation. Schrodinger wave equation സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് കിട്ടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സോൾവിങ് Schrodinger വേവ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എവിടെയാണോ അറ്റോമിക് ഓർബിറ്റൽ ഉള്ളത് അവിടെ അതിനൊരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ, അതായത് ഒരു അറ്റോമിക് ഓർബിറ്റൽ, ശ്രദ്ധിക്കാം, അറ്റോമിക് ഓർബിറ്റൽ എവിടെയാണോ ഉള്ളത് അതിൻ്റെ സ്ക്വയർ എടുത്താലല്ലേ നമുക്ക് ഓർബിറ്റൽ മനസ്സിലാവുക. സൈ സ്ക്വയർ എടുത്താൽ എല്ലായിടത്തും ഓർബിറ്റൽ അല്ല, സൈ സ്ക്വയറിൻ്റെ വാല്യൂ മാക്സിമം ഉള്ളതാണ് ഓർബിറ്റൽ. അപ്പോൾ എവിടെ ഓർബിറ്റൽ എടുത്താലും അതിനൊരു സൈ ഉണ്ടാവും. കാരണം അത് ഓർബിറ്റലിനകത്ത് ഇലക്ട്രോൺ ഉണ്ടാവും, ഇലക്ട്രോണിന് വേവ് ഉണ്ടാവും, ഇലക്ട്രോൺ വേവ് ഉണ്ടാകുമ്പോൾ അതിന് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, അപ്പോൾ അവിടെ ഒരു സൈ ഉണ്ടാവും. സോ ഈച്ച് വാല്യൂ ഓഫ് very important, each value of psi represent an orbital. Each value of psi represent an orbital. Okay, very important point. അതായത് സൈക്ക് ഒരു വാല്യൂ അവിടെ കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു ഓർബിറ്റൽ ഉണ്ട്. ഓർബിറ്റൽ എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണെ കാണാനുള്ള സാധ്യതയുള്ള സ്ഥലം. മനസ്സിലാവുന്നുണ്ടോ? സോ ഈച്ച് വാല്യൂ ഓഫ് psi represent an orbital. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം ഒരു അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത്? ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും, ഒരു വേവ് ഫംഗ്ഷൻ. ആ വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ ആണ് പ്രോബബിലിറ്റി തരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് സൈ പറഞ്ഞു. ഇനി എന്താ സിഗ്നിഫിക്കൻസ് ഓഫ് സൈ സ്ക്വയർ? സൈ സ്ക്വയർ ഇസ് കോൾഡ് പ്രോബബിലിറ്റി. സൈ സ്ക്വയർ ഇസ് കോൾഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. എന്തുകൊണ്ടാണ്? സൈ ക്യാൻ ബി, സൈൻ്റെ നിങ്ങൾ ഒന്നുകൂടി എഴുതണം കേട്ടോ. സൈ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സൈ പോസിറ്റീവോ നെഗറ്റീവോ ആവാം, കാരണം ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് എടുത്താൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവുമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. എന്തുകൊണ്ടാണ്? സൈ സ്ക്വയർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ക്വയർ ഒന്നും എടുക്കുന്നത്. സൈ സ്ക്വയർ എടുത്താൽ തന്നെ എന്തായി? പോസിറ്റീവായി. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ ഇറ്റ് predict the region around the nucleus. It predict the region around the nucleus where electron most probably found. Okay, എന്ന് വെച്ചാൽ probability of finding an electron is directly proportional to psi square ആണ്. പ്രോബബിലിറ്റി അതും കൂടി അവിടെ ആഡ് ചെയ്യാം. ഇത് സൈൻ്റെത് ഞാൻ നേരത്തേക്ക് ആഡ് ചെയ്യേണ്ടതാണ്, അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടുണ്ട്, കാരണം ഫിഗർ വരച്ചിട്ടുണ്ട് സൈ ഓർ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന്. ആ പോയിന്റിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇറ്റ് predict the region around the nucleus where the electron most found എന്ന് വെച്ചാൽ psi square is proportional to probability of finding an electron.
Okay, so probability of finding an electron is proportional to psi square. Okay, and that is called probability density. Clear ആണല്ലോ? അപ്പോൾ ഇത്രയും പോയിന്റുകൾ സൈൻ്റെയും സൈ സ്ക്വയറിൻ്റെയും ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ സൈ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റി കിട്ടുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൈ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സൈ കിട്ടാൻ വേണ്ടി ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഇവരുടെ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് എടുത്തിട്ട് 2 പോയിന്റ് പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. ആരുടെ? നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറയാണ്. The energy of an electron is quantized. Quantum mechanical model energy quantized ആയിട്ടാണ് എടുക്കുന്നത്. Okay, hope it is clear. Energy of an electron is quantized, and the quantized energy of an electron is allowed solutions of Schrodinger wave equation. The quantized energy of an electron is calculated from Schrodinger wave equation, and it is the result of wave-like properties. As per Heisenberg's uncertainty principle, the exact position and momentum of an electron cannot be determined. So the only probability finding an electron at a position can be determined. അതായത് നമുക്ക് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്ത് പറ്റില്ല? എക്സാക്ട് പൊസിഷനും മൊമെന്റവും വെലോസിറ്റിയും ഒന്നും പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഓൺലി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ അറ്റ് എ പൊസിഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ഞാൻ തിരിച്ചു പോകാനുള്ള കാരണം നമ്മൾ സൈ സ്ക്വയർ പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് എക്സാക്ട് പൊസിഷൻ പോസിബിൾ അല്ല, മൊമെന്റോ പോസിബിൾ അല്ല സൈമൾട്ടേനിയസ് ആയിട്ട്. അതുകൊണ്ട് വി ക്യാൻ ടോക്ക് ഓൺലി അബൌട്ട് ദ പ്രോബബിലിറ്റി. സോ സൈ സ്ക്വയർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് വേർ സൈ റെപ്രസെന്റ്സ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദാറ്റ് ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷനെയാണ് സൈ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സൈ സ്ക്വയറിന്റെയും സൈന്റെയും എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, സൈ ആൻഡ് സൈ സ്ക്വയർ. ആൻഡ് ഫോർത്ത് പോയിന്റ്, ആൻഡ് an atomic orbital is the wave function of electron in an atom. Atomic orbital എന്ന് വെച്ചാൽ ആ ഇലക്ട്രോണിന്റെ വേവ് ആണ് ശരിക്കും, അല്ലേ? ഒരു അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോൺ കാണപ്പെടുന്ന സ്ഥലമാണ്. ആ ഇലക്ട്രോൺ കാണപ്പെടുന്ന സ്ഥലത്ത് ഇലക്ട്രോൺ വേവ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ ആ വേവിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, സൈ. സോ an atomic orbital എവിടെയാണ് കാണുക? സൈ സ്ക്വയറിന്റെ മാക്സിമം വാല്യൂ ഉള്ളത്. ഓക്കെ, സൈ സ്ക്വയർ ആണ് ഇതിന് ഇൻഫർമേഷൻ തരുന്നത്. പക്ഷെ അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഓക്കെ, ആ ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ ആണ് ഒരു ഓർബിറ്റൽ എന്ന് പറയുന്നത്. ആ ഓർബിറ്റൽ സൈ സ്ക്വയറിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. സൈ ഗീവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ഓർബിറ്റൽ. ഓക്കെ, എവിടെ ഒരു ഓർബിറ്റൽ ഉണ്ടോ അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണിന് വേവ് ഉണ്ട്, ആ വേവിന് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അറ്റോമിക് ഓർബിറ്റൽ ഈസ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് എൻ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എവിടെയാണോ ഇലക്ട്രോൺ ഉള്ളത് അതാണ് ഓർബിറ്റൽ. എവിടെയാണോ ഓർബിറ്റൽ ഉള്ളത് അവിടെയാണ് ഇലക്ട്രോൺ ഉള്ളത്. എവിടെയാണോ ഇലക്ട്രോൺ ഉള്ളത് അവിടെ അതിന്റെ വേവ് ഉണ്ടാവും. ഇലക്ട്രോൺ വേവ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, വേവ് നേച്ചർ ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണിന്റെ വേവിന് എന്തുണ്ട്? ആംപ്ലിറ്റ്യൂഡും ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ട്? വേവ് ഫംഗ്ഷൻ ഉണ്ട്, സൈ ഉണ്ട്. ഓക്കെ, വെനെവർ എൻ ഇലക്ട്രോൺ ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ എ വേവ് ഫംഗ്ഷൻ, ഒരു ഇലക്ട്രോൺ സൈ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിന് അറ്റോമിക് ഓർബിറ്റൽ ഉണ്ടെന്ന് തിരിച്ചും പറയാം. അറ്റോമിക് ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് പെർട്ടിക്കുലർ അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോവാ. ഇത് ബോർഡ് എക്സാമിന് ഇത്രയും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആ ഗ്രീൻ കോളത്തിലാണ് കൊടുത്തത്. ആസ് എൻ ഇലക്ട്രോൺ ക്യാൻ ഹാവ് മെനി വേവ് ഫംഗ്ഷൻ, ദർ ആർ മെനി അറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ, ഒരു ഇലക്ട്രോണിന് ഒരുപാട് വേവ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആറ്റത്തിനകത്ത് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവാമല്ലോ, അവിടെ ഒരു പല ടൈപ്പ് വേവ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ കൂടുതൽ അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട് എന്നാണ്. എവറി വേവ് ഫംഗ്ഷൻ ഓർ അറ്റോമിക് ഓർബിറ്റൽ, ഇതൊക്കെ ഇനി നമുക്ക് ചാപ്റ്ററിൽ മുമ്പോട്ട് വരുന്ന കാര്യങ്ങളാട്ടോ. നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് ഒക്കെ പറയുമ്പോൾ, ഷേപ്പ് ഓഫ് ഓർബിറ്റലൊക്കെ പറയുമ്പോൾ ആവശ്യമുള്ളതാണ്. എവറി വേവ് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഹാവ് സെയിം ഷേപ്പ്, സം ഷേപ്പ് ആൻഡ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓരോ വേവ് ഫംഗ്ഷനും ഓരോ ഷേപ്പ് ഉണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് ആഡ് ചെയ്യാം. ഓരോ വേവ് ഫംഗ്ഷനും ഓരോ ഷേപ്പ് ഉണ്ട്, ഓരോ എനർജി ഉണ്ട്. All information about the electron in an atom is stored in the orbital wave function psi, and quantum mechanics makes it possible to extract this information about psi. Quantum mechanics അതായത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് സൈ കിട്ടും. സൈ എന്തൊക്കെ തരുന്നുണ്ട്? ഇറ്റ് ഗീവ്സ് ദ, അതായത് വേവ് ഫംഗ്ഷൻ ഹാസ് ഡിഫറെന്റ് ഷേപ്പ് ആൻഡ് ഡിഫറെന്റ് എനർജി. And it gives every information about an electron in an atom stored in an orbital. Okay, പിന്നെ അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് the probability of finding an electron at a point within an atom is proportional to the square of orbital. അത് സൈ സ്ക്വയർ നേരത്തെ പറഞ്ഞതാണ്. ഇത്രയും പോയിന്റുകൾ നമ്മൾ ഓർക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നുകൂടി ഇവിടെ ഒന്ന് എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഈ ക്വാണ്ടൈസ്ഡ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ്. ആ പിന്നെ എന്താണ് ഈ ക്വാണ്ടൈസ്ഡ് എനർജിക്ക് കാരണം ഇതിന്റെ വേവ് നേച്ചറാണ്.
ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതുകൊണ്ട് പ്രോബബിലിറ്റിനെ പറ്റി മാത്രം പറയാനേ പറ്റുള്ളൂ. ഈ പ്രോബബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് സൈ കണ്ടുപിടിക്കും. പിന്നെ അവിടെ സൈനെ പറ്റിയാണ് പറയുന്നത്. ഒരു അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എവിടെ ഒരു അറ്റോമിക് ഓർബിറ്റൽ ഉണ്ടോ അവിടെ ഒരു ഇലക്ട്രോൺ വേവ് ഉണ്ട്, എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതിനെന്തുണ്ട്? ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, വേവ് ഫംഗ്ഷൻ ഉണ്ട്. ഇനി എവിടെ ഒരു സൈ ഉണ്ടോ അതിനർത്ഥം എന്താ? അവിടെ ഒരു അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്. എവിടെ അറ്റോമിക് ഓർബിറ്റൽ ഉണ്ടോ അവിടെ വേവ് ഫംഗ്ഷൻ ഉണ്ട്. എവിടെ വേവ് ഫംഗ്ഷൻ ഉണ്ടോ രണ്ടും അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. കാരണം എന്താ? അവിടെ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രോൺ ഉള്ള ഏരിയ ആണ്. അതിനാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഓരോ സൈക്കും എന്താണ് ഡിഫറെന്റ്, അതായത് ഡിഫറെന്റ് സൈകൾ ഉണ്ടെങ്കിൽ ആ സൈക്ക് ഓരോ ഷേപ്പ് ഉണ്ട്, ഓരോ ഷേപ്പുകളുണ്ട്. പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ചിലപ്പോൾ യൂണിഫോം പ്രോബബിലിറ്റി അലോങ് ഒരേ എല്ലാ ഡയറക്ഷനിലും യൂണിഫോം പ്രോബബിലിറ്റി ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡിഫറെന്റ് ഷേപ്പ് എന്ന് ഉദ്ദേശമുണ്ട്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങോട്ടും 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 അതേപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ ഒരേ പ്രോബബിലിറ്റി ആണെങ്കിൽ അവിടെ സ്ഫെറിക്കൽ വരിക. നിങ്ങൾക്ക് അറിയാവുന്ന എസ് ഓർബിറ്റൽ സ്ഫെറിക്കൽ. ഇനി ഒരു ന്യൂക്ലിയസിന് ഇങ്ങോട്ടേക്ക് പ്രോബബിലിറ്റി ഉണ്ട്, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡംബല കിട്ടുക. മനസ്സിലായില്ലേ? ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ഹിയർ. നമ്മൾ അതിലേക്ക് ഷേപ്പിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എവറി വേവ് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഹാസ് സം ഷേപ്പ് ആൻഡ് എനർജി. എനർജിയും അവിടെ ഡിഫറെന്റ് ആണ്. ഓക്കെ, എസ് ഓർബിറ്റൽ പി ഓർബിറ്റലിനൊക്കെ ഡിഫറെന്റ് എനർജീസ് ആണ്. ഓക്കെ, ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ സൈൻ. ഓക്കെ, നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം? സൈനെ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാം. സൈൻ എന്തിനാ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യുന്നത്? എല്ലാ പ്രോപ്പർട്ടീസും എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. സൈ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. സൈ സ്ക്വയർ ഈസ് എ പ്രോബബിലിറ്റി. That means the probability is directly proportional to psi square. Okay, അതേപോലെ probability is always positive. It predicts the region it is predict the region around the nucleus where the probability is maximum. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൈനെ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യണം. സൈ എന്താ? ഇറ്റ് ഈസ് ദ വേവ് ഫംഗ്ഷൻ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. It is the amplitude of electron wave. ശരിയല്ലേ? And it depends on coordinates. It depends on coordinates of electron and does not carry any physical meaning. വേറെ physical meaning ഒന്നുമില്ല. Any physical meaning. Okay, they have, that means psi have different shapes. That psi nacha wave function have different shapes, different shape മാത്രല്ല and different energies, different shapes and different energies. It give all information about the electron in an orbital. Okay, and it is extracted from quantum mechanics. That means it is extracted from what? Schrodinger wave equation. മനസ്സിലായില്ലേ? So it gives. പിന്നെ അവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. എന്താ? an orbital is a wave function. Orbital is a wave function. Wherever an orbital, there will be a wave function. Wherever a wave function, there is an orbital. Evidently, if you see psi, there is an orbital. Okay, so psi, the presence of psi indicates an orbital, and the square of psi is called probability density. Clear ആണല്ലോ? These are the characteristics of അല്ലെങ്കിൽ significance of wave function psi. അപ്പോൾ നമ്മളിവിടെ ശ്രോഡിഞ്ചർ ചെയ്തത് അപ്ലൈഡ് ശ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ടു വൺ ഇലക്ട്രോൺ സിസ്റ്റത്തിലേക്കാണ് അപ്ലൈ ചെയ്തത്. വൺ ഇലക്ട്രോൺ സിസ്റ്റം എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഹൈഡ്രജനും ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനുമാണ് അത് അപ്ലൈ ചെയ്തത്. ആരൊക്കെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്? Li2+, Be3+, ഇവർക്കൊക്കെ എന്താണ്? 1 ഇലക്ട്രോൺ ആണ്. ഹൈഡ്രജനും 1 ഇലക്ട്രോൺ ആണ്. ദിസ് ഈസ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്കാണ് ഇത് എന്ത് ചെയ്തത്? അപ്ലൈ ചെയ്തത്. സോ ആപ്ലിക്കേഷൻ ഓഫ് ശ്രോഡിഞ്ചർ ഇക്വേഷൻ ടു എ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം എന്ന് വെച്ചാൽ ഇപ്പൊ ലിഥിയം എടുത്താൽ തന്നെ അവിടെ 3 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ബെർലിയം എടുത്താൽ അവിടെ 4 ഇലക്ട്രോൺ ഉണ്ട്.
അറ്റോമിക് നമ്പർ 100 ഉള്ളവരൊക്കെ അല്ലേ. സോ ആപ്ലിക്കേഷൻ ഓഫ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ടു എ മൾട്ടി ഇലക്ട്രോൺ ആറ്റം presents a difficulty. So the Schrodinger wave equation cannot be solved exactly for a multi-electron system. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺ ഉള്ളതിലേക്ക് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹി ഫേസസ് സം ഡിഫിക്കൽട്ടി. അതുകൊണ്ട് അവിടെ ഹി മേഡ് സം അപ്രോക്സിമേഷൻ, ചില എന്താണ് ഊഹങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, അത് സോൾവ് ചെയ്തു. പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മോഡേൺ കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഷോസ് ദാറ്റ് ഓർബിറ്റൽസ് ഓഫ് ആറ്റം അതർ ദാൻ ഹൈഡ്രജൻ അല്ലാത്ത ആറ്റങ്ങളുണ്ടല്ലോ, ഇവരുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ വേവ് ഫംഗ്ഷനുമായിട്ട് വല്ലാത്ത റാഡിക്കൽ ചേഞ്ചുകളൊന്നുമില്ല, ഓൾമോസ്റ്റ് സിമിലർ ആണ്. Actually, Schrodinger wave equation was unable to solve for multi-electron atoms, but modern computers made some calculations. And shown that the orbitals of multi-electron atom, that means the orbitals of atoms other than hydrogen, are almost similar with some difference. Almost similar. ഇവിടെ മെയിൻ പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ, ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ ഒരു പ്ലസ്സേ ഉള്ളൂ, ബാക്കിയുള്ളത് ഹീലിയം തൊട്ട് 2+, 3+, 100+. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് ആണ് പ്രശ്നം. ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫോർ മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ് the wave functions are almost similar to that of hydrogen and hydrogen-like species. One electron system, almost similar. But due to the increase in nuclear charge, they get contracted a little. അവിടെ ഒരു കോൺട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഓർബിറ്റലുകൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അതർ ദാൻ ഹൈഡ്രജൻ, ദ ഹൈഡ്രജൻ ഓർബിറ്റൽസ് ആർ കോൺട്രാക്റ്റഡ്. ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ അൺലൈക്ക് ഓർബിറ്റൽസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്, ഹൈഡ്രജനും ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനും hydrogen and hydrogen like species, okay, the energies depends only on the value n. n-നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ബോർ മോഡൽ പറയാം En = -RH × 1/n², z²/n². n-നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. n ഇസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിന്റെ അവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നീൽസ് ബോർ ആണ് തന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അതല്ലാതെയും വേറെയും 3 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ ഇവിടെ ലെറ്റ് മീ കൺക്ലൂഡ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് ഈസിയാണ്. ഈ ഒരു സെഷൻ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ആണ്, ഈ ഒരു 1 hour. ഓക്കെ, ആൻഡ് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം, for multi-electron system, okay, the energies depends on both n and l values. n is principal quantum number. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താന്ന് പറഞ്ഞിട്ടില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. L is azimuthal quantum number. ആ ഒരു സെന്റൻസ് നിങ്ങൾ വിട്ടേക്ക്, മീൻസ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. സോ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന് 1 ഇലക്ട്രോണേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് എടുത്താൽ സൈൻ്റെയും ഓർബിറ്റലിൻ്റെയും ഒക്കെ ഫംഗ്ഷൻസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നു. പക്ഷെ ജസ്റ്റ് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ എനർജീസിൽ ഈ Hψ = Eψ ആണല്ലോ. ഈ എനർജി എന്ന് പറയുന്നത്
ഹൈഡ്രൈൻ ലൈക്ക് സ്പീഷീസിൽ എന്നിൻ്റെ വാല്യൂ പ്രിൻസിപ്പൽ കോണ്ടാക്ട് നമ്പറിൻ്റെ വാല്യൂ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ മറ്റടുത്ത് 2 കോണ്ടാക്ട് നമ്പറിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്നിനെയും എല്ലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്നിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല, എല്ലിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല. ഈ എന്നും എല്ലും എങ്ങനെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ മനസ്സിലാക്കുക, അവിടെ 2 ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് ദ മേജർ ഡിഫിക്കൽട്ടി വൈൽ സോൾവിങ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മേജർ പ്രശ്നം എന്ന് പറയുന്നത് ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ് ആയിരുന്നു. ആ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഓർബിറ്റലുകൾ, വേവ് ഫങ്ഷൻസ്, വേവുകൾ എന്തായത് കുറച്ച് കോൺട്രാക്റ്റഡ് ആയി. മാത്രമല്ല എനർജി എന്ന് പറയുന്നത് എന്നിൻ്റെ കൂടെ എല്ലിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിട്ട് മാറി. അപ്പോൾ എന്നും അറിയണം, എല്ലും അറിയണം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു സെഷനോട് കൂടി യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ കോണ്ടാക്ട് നമ്പേഴ്സ്, ഹൗ യു ക്യാൻ ഡിറ്റർമൈൻ എൻ ആൻഡ് എൽ. ഇറ്റ്സ് എ വെരി ഈസി സെഷൻ. ഓക്കെ, ഇവിടെ അങ്ങോട്ട് വെരി ഈസിയാണ്. ഈ ഒരു സെഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ബിക്കോസ് ഇറ്റ്സ് എ ഹയർ കെമിസ്ട്രി, ഹയർ മാത്തമാറ്റിക്സ് ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സ്റ്റഡി വെൽ. താങ്ക് യു.